മലയാളിയല്ലേ? വിദേശത്ത് എവിടെയാ? നമസ്കാരം. SBNRIന്റെ പുതിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐശ്വര്യ, SBNRIയിൽ നിങ്ങളുടെ ബാങ്കിംഗ് എക്സ്പേർട്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രവാസികളുടെ കുറെ സംശയങ്ങളും ചോദ്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ബാങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഏത് ചോദ്യത്തിനും സംശയത്തിനും ഒരു സഹായിയായിട്ട് ഞാൻ ഉണ്ടാകും. ഇന്ന് മുതൽ ആഴ്ചയിൽ മിനിമം ഒരു വീഡിയോ ആയിട്ടെങ്കിലും ഞാൻ വരും. ഇന്ന് ആദ്യമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം NRI അക്കൗണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഒരുപാട് പ്രവാസികളോട് ഞാൻ സംസാരിക്കുമ്പോൾ പലർക്കും NRI അക്കൗണ്ട് എന്താണെന്നും അതിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്താണെന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ആദായ നികുതി പ്രകാരം നിങ്ങൾ വിദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 182 ദിവസത്തിന് മേലെ ആയെങ്കിൽ നിങ്ങൾ ഒരു പ്രവാസിയാണ്, ഒരു NRI ആണ്, നോൺ റെസിഡന്റ് ഇന്ത്യൻ. അപ്പോൾ ഇന്ന് തന്നെ NRI സേവിങ്സ് അക്കൗണ്ട് തുറക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോഴത്തെ SB അക്കൗണ്ട് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്ന്? കുഴപ്പമുണ്ട്. നിയമപ്രകാരമായി അത് ശരിയല്ല. പഴയ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ചാൽ നിയമപ്രകാരമായിട്ട് നമുക്ക് ഒരു വലിയ തുക തന്നെ പിഴയായിട്ട് കൊടുക്കേണ്ടി വരും. എന്തിനാ നമുക്ക് ആവശ്യമില്ലാത്ത ചെലവുകൾ, അല്ലെ? ഇന്ത്യയിലെ പണമിടപാടുകൾക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ SB അക്കൗണ്ട് ഒരു NRO അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു NRI സേവിങ്സ് അക്കൗണ്ടും കൂടി തുറക്കണം. ഇന്ന് തന്നെ നമുക്ക് ഒരു NRI സേവിങ്സ് അക്കൗണ്ട് തുറക്കാം. NRO NRE ഇതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. ഇതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ഓർഡിനറി അക്കൗണ്ട് ആണ്. വിദേശത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് റെന്റൽ ഇൻകം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി സെയിൽ ചെയ്ത ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഏത് തരം വരുമാനവും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. NRO അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ മാത്രം 30% ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ NRO അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വിദേശത്തേക്ക് പണം അയക്കണമെങ്കിൽ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. $1 മില്യൺ തുല്യമായിട്ടുള്ള ഇന്ത്യൻ രൂപ. ഇന്നത്തെ രൂപയുടെ മൂല്യം അനുസരിച്ച് ഏകദേശം ഒരു 8 കോടിയോളം വരുന്നത്. NRE അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, നിങ്ങളുടെ വിദേശ വരുമാനത്തിന് മാത്രമായിട്ടുള്ള ഒരു അക്കൗണ്ട്. ഇത് തികച്ചും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം വിദേശത്തേക്ക് പൂർണ്ണമായും മടക്കി അയക്കാൻ കഴിയുന്ന ഒരു അക്കൗണ്ട് ആണ്. ഇതിൽ യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല, നമ്മൾ NRO അക്കൗണ്ടിൽ കണ്ടതുപോലെ. നിങ്ങൾ സമ്പാദിക്കുന്നത് ഏത് കറൻസിയിലും ആയിക്കോട്ടെ, ആ കറൻസിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് NRI അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾ വിദേശത്ത് സമ്പാദിക്കുന്നത് ഏത് കറൻസിയിലായിക്കോട്ടെ, അതിനെ INR ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ NRI അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സേവ് ചെയ്യാം. NRI അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏതൊരു SB അക്കൗണ്ടിലേക്കും വളരെ എളുപ്പത്തിൽ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യാം. ഒരേ സമയം ഒന്നിൽ അധികം ബാങ്കിൽ നിങ്ങൾക്ക് NRI NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, വിദേശത്തിരുന്ന് ഒരു ഇന്ത്യൻ ബാങ്കിൽ ഞാൻ NRI അക്കൗണ്ട് എങ്ങനെ തുറക്കണമെന്ന്? വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത്. വെറും 10 മിനിറ്റ് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഇന്ത്യൻ ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിന് വെറും 3 ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുള്ളൂ. നിങ്ങളുടെ പാസ്പോർട്ടും വിസയും പിന്നെ ഒരു അഡ്രസ് പ്രൂഫും. 10 മിനിറ്റിൽ എവിടെയും പോകാതെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. NRI എന്താണെന്നും NRI സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ തുറക്കാൻ കഴിയുമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് കമന്റ്സിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാം. താങ്ക് യു.